കർത്താവ് വിശ്വസിക്കുന്നവന് ഈ അടയാളം കൊടുത്തിട്ടുണ്ട് ഇല്ലേ? മർക്കോസിൻ്റെ 16-17 വായിക്കുമ്പോൾ എന്താ പറയണത്? വിശ്വസിക്കുന്നതിൻ്റെ കൂടെ അടയാളം ഉണ്ടാവും. രോഗികളുടെ മേൽ കൈവെക്കും, അവർ സൗഖ്യം പ്രാപിക്കും. വിശ്വാസമാണ് അവിടെ. ആരിലെ? ക്രിസ്തുവിലുള്ള വിശ്വാസമാണ്. അവൻ്റെ നാമത്തിൽ ഇൻ ദ നെയിം ഓഫ് ദി ഫാദർ ആൻഡ് ദി സൺ ആൻഡ് ദി ഹോളി സ്പിരിറ്റ് ഐ ഹീൽ യു. ഈ സൈത്ത് എടുത്തിട്ട് കർത്താവിൻ്റെ നാമത്തിൽ വെഞ്ചരിച്ച് സൈത്ത് എടുത്ത് പഞ്ഞു തൂക്കിയിട്ട് അപ്പൻ്റെ ഈ പിത്താശയത്തിൽ 5-10 കല്ലിരിക്കുക. എത്ര കല്ലുണ്ടെന്ന് സ്കാനിങ്ങിൽ കുറേ കല്ലുണ്ട്. ഈ കല്ലവിടെ ഇരിക്കണം. കല്ല് ഓപ്പറേറ്റ് ചെയ്യാൻ ആരും ഡോക്ടർമാർ പറഞ്ഞത് ഈ കീ ഹോൾ ചെയ്യാമെന്ന് പറഞ്ഞ്. കീ ഹോൾ പോലും നടക്കണില്ല. അപ്പോഴും ഇതിൻ്റെ റിപ്പോർട്ടിന് കല്ലിരിപ്പുണ്ട്. അതേസമയം തന്നെ ഡോക്ടറിന് 92 വയസ്സുള്ള കാരണം ഒന്നും ചെയ്യാനും പറ്റണില്ല. കീ ഹോളും ചെയ്യാൻ പറ്റണില്ല, ട്രീറ്റ്മെൻറ്റും ഇല്ല. കുറേ ആൻറ്റിബയോട്ടിക്സ് കൊടുത്തു ഡോക്ടർ. 4 ആഴ്ച ട്രീറ്റ് ചെയ്ത ആളാ. ആൻറ്റിബയോട്ടിക്സ് കൊടുത്ത് 4 ആഴ്ച ട്രീറ്റ് ചെയ്തു. എന്നിട്ട് കല്ല് അവിടെ തന്നെ ഇരിക്കണ്. ഇനി ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല, ഇനി ഓപ്പറേഷൻ ഉള്ളതെന്ന് പറയുമ്പോൾ അതിന് വേറെ മാറ്റുമ്പോൾ ഈ അവിടെ ചെല്ലുമ്പോൾ ഓപ്പറേഷൻ ടെസ്റ്റൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഈ 92 വയസ്സുകാരനെ ഓപ്പറേറ്റ് ചെയ്താൽ അത് കാഷ്വാലിറ്റി ഉണ്ടാകും. ആൾ ചിലപ്പോൾ മരിച്ചു പോകും. കാര്യം അതിൻ്റെ ഇൻഫെക്ഷനും പൂർണ്ണമായിട്ട് വിജയം ഉണ്ടാകത്തില്ല. അപ്പോൾ കല്ല് അവിടെ തന്നെ ഇരിക്കുകയും. അപ്പോൾ എന്ത് ചെയ്യും? അവരെ വീട്ടിൽ കൊണ്ടുപോവുക. പിന്നെ അവരെ പറയും നല്ല ഭക്ഷണം മരിക്കണവരെ കൊടുക്കുക. അത് കഴിയുമ്പോൾ അറിയിക്കേണ്ടവരെ അറിയിക്കുക. അങ്ങനെയൊക്കെ പറയാൻ പറ്റത്തുള്ളൂ. അത്രേ പറയാൻ പറ്റത്തുള്ളൂ. ആ ഒരു കണ്ടീഷനിലാണ് അറിയിക്കേണ്ടവർ അറിയിക്കാൻ വേണ്ടി ഇവിടെ വരുന്നത്. അറിയിക്കാൻ വേണ്ടി എല്ലാം കേൾക്കാൻ ഒരാളിരിപ്പുണ്ടല്ലോ ഇവിടെ. അതാണ് വിഷയം മാറി. വിഷയം നോട്ട് ബൈ മെറിറ്റ് മാറുകയാണ്. മെറിറ്റ് വാതിൽ അടച്ചിരിക്കുന്നു. ഇനി ഇവിടെ സുഹൃത്ത് പിന്നെ എന്താണ്? പിന്നെ അവർക്ക് ഗ്രേസാണ്. ഗ്രേസിൽ എന്താ ചെയ്യണത്? ഗ്രേസിൽ സിമ്പിളാണ് ചെയ്യണത്. അല്ല ഇതിന് വെടിയും പോകുകയും അഭ്യാസങ്ങളോ ഒന്നും കാണിക്കേണ്ട കാര്യമില്ല. ഇതിന് ഒരു അഭ്യാസം കാണിക്കണം. എന്താണ്? ഇൻ ദ നെയിം ഓഫ് ജീസസ് എന്ന് പറയാൻ കഴിയണം. അത് വിത്ത് ഫുൾ ഫാക്കൽറ്റി.